നമസ്കാരം. PS ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ PSC ബുള്ളറ്റ് പ്രസിദ്ധീകരിച്ച ടെസ്റ്റ് യുവർ ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് കൊടുത്തിട്ടുള്ള 25 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേടാ? പിന്നെ മറ്റൊരു കാര്യം, ചില പ്രൊണൗൺസിയേഷനൊക്കെ ചിലപ്പോൾ ഒരു എൻ്റെതായ ചില മാറ്റങ്ങൾ വന്നേക്കാം. പ്രൊണൗൺസിയേഷൻ തെറ്റായെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, യെസ്. അപ്പം ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ള കൂട്ടുകാരെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മിസ്സിസ് മായ എന്താണ്? മിസ്സിസ് മായ ഡാഷ് ഹെർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ. എന്താണ്? മിസ്സിസ് മായ ഡാഷ് ഹെർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ എ ബ്രോട്ട് അബൌട്ട് തന്നിട്ടുണ്ട്, അതുപോലെ ഓപ്ഷൻ ബി ബ്രോട്ട് അപ്പ് തന്നിട്ടുണ്ട്, അതുപോലെ ഓപ്ഷൻ സി ബ്രോട്ട് ഡൗൺ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി ബ്രോട്ട് ഔട്ട്. ഓക്കെ അല്ലേടാ? ഇനി നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രേസൽ വെർബ്സ് അതൊക്കെയാണ്. ഇനി ബ്രിങ് എന്താണ്? ബ്രിങ് എബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? ബ്രിങ് എബൌട്ട് എന്ന് പറഞ്ഞാൽ കാരണമാകുക എന്നാണ്. കാരണമാകുക എന്നാണ് ബ്രിങ് അബൌട്ട് എന്ന് പറഞ്ഞാൽ. എങ്കിൽ കാര്യം പറയട്ടെടാ. എങ്കിൽ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുക. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുക. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാലോ? ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക അല്ലേ? കുറയ്ക്കുക. എങ്കിൽ ബ്രിങ് ഔട്ട് ഇതൊക്കെ പഠിക്കണേ. എന്താണ് ബ്രിങ് ഔട്ട് എന്ന് പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ എന്താണ്? പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ ഹാജരാകുക ഓക്കെ അല്ലേ? അപ്പം ബ്രിങ് എബൌട്ട് കാരണമാവുക, ബ്രിങ് അപ്പ് വളർത്തുക, ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറക്കുക, ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക. ഓക്കെ അല്ലേ? ഇവിടെ വളർത്തുക എന്ന അർത്ഥത്തിൽ ഏത് പറയാം? ബ്രോട്ട് അപ്പ് അല്ലേ? ബ്രോട്ട് അപ്പ് വരും. അപ്പം ബ്രിങ് അപ്പിൻ്റെ പാസ്റ്റ് ആണ് ഇത്, ബ്രോട്ട് അപ്പ്. അപ്പം ഓപ്ഷൻ ബി ആണ് ഇവിടെ വരിക, വളർത്തുക അല്ലെങ്കിൽ വളർത്തി. എന്താണ്? മിസ്സിസ് മായ ബ്രോട്ട് അപ്പ് ഹെർ ചിൽഡ്രൻ ടു ബി ട്രൂത്ത്ഫുൾ എന്നാണ് ഇവിടെ ശരിയായിട്ട് വരിക. ഓക്കെ അല്ലേടാ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യു ഷുഡ് ഡാഷ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കസ്റ്റംസസ് എന്നാണ്. യു ഷുഡ് ഡാഷ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കസ്റ്റംസസ് എന്നാണ്. യു ഷുഡ് ഡാഷ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കസ്റ്റംസസ് ആണ്. ഓക്കെ അല്ലേ? ഇതിൽ അഡാപ്റ്റ് ഉണ്ട്, അഡോപ്റ്റ് ഉണ്ട്, അഡപ്റ്റ് ഉണ്ട്, അഡപ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലടാ? യെസ്. ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമാണ് അല്ലേ? ഭാഗമാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്തുകൂടാ. എന്താണ് അഡാപ്റ്റ്? ADAPT. ചിലപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണേ. അഡപ്റ്റ് ADAPT സ്പെല്ലിംഗ് ഒക്കെ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ADAPT എന്താണ്? പൊരുത്തപ്പെടുക എന്നാണ്. പൊരുത്തപ്പെടുക. അതുപോലെ അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ADOPT. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ദത്തെടുക്കുക. എന്താണ് കൂട്ടുകാരെ? ദത്തെടുക്കുക. ഇനിയോ ഓപ്ഷൻ സി അഡപ്റ്റ് ADEPT. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട്. ഇവിടെ എക്സ്പേർട്ട്. ഓക്കെ അല്ലേ? അപ്പം അഡാപ്റ്റ് ADAPT. A ആണ് വന്നെങ്കിൽ എന്താണ്? അഡപ്റ്റ് പൊരുത്തപ്പെടുക. O വന്നെങ്കിൽ എന്താണ്? ദത്തെടുക്കുക. E ആണ് വന്നെങ്കിൽ എന്താണ്? കഴിവുള്ള അല്ലെങ്കിൽ എക്സ്പേർട്ട് എന്ന് പറയും. അപ്പം ഇവിടെ ഏത് വരുണ്ട? ഓപ്ഷൻ എ വരും അല്ലേ? എന്താണ്? പൊരുത്തപ്പെടുക. യു ഷുഡ് അഡാപ്റ്റ് യുവർ സെൽഫ് ടു ചേഞ്ചിങ് സർക്കസ്റ്റംസസ്. ഓക്കെ അല്ലേടാ? ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. എങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലേ? എന്താണ്? എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? എന്താണ്? എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഡോൺ ദേ ഉണ്ട്, ഡസൻ ദേ ഉണ്ട്, ഡൂ ദേ ഉണ്ട്, ഡസ് ദേ ഉണ്ട്. അവിടെ എന്താ വരിക? നമുക്ക് ഈ വാൺസ് ഇല്ലടാ. ഈ വാൺസിനെ പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ഓക്സിലറി വെർബ് എന്താണ്? ഡസ് ആയിരിക്കും അല്ലേ? എന്താണ്? വാൺസിനെ പിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? വാൺസ്. എന്ത് കിട്ടും?
ഡസ് കിട്ടൂലടാ, ഡസ് ഓക്സിലറി വെർബ് ഡസ് കിട്ടൂലേ. ഈ ഡസ് ആണെങ്കിലും എവരിബഡിയുടെ പ്ലൂറലായ എന്താണ് ദേ, എവരിബഡി വരുമ്പോൾ എന്ത് വരും, നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ദേ വരില്ലടാ, ദേ വരും. എവരിബഡി വരുമ്പം ദേ വരും. ദേ പ്ലൂറലായതിനാൽ ദേക്ക് മുന്നിൽ ഡസിൻ്റെ പ്ലൂറൽ ഫോമായ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ. എന്താണ് വാൺസിനെ പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ഓക്സിലറി വെർബ് ഡസ് ആണെങ്കിലും എവരിബഡിയുടെ പ്രൊനൗണായ ദേ പ്ലൂറൽ ആയതിനാൽ ദേക്ക് മുന്നിൽ ഡസിൻ്റെ പ്ലൂറലായ ഡു ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് അല്ലേ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അതുകൊണ്ട് എന്ത് വരും, ഡോൺ ദേ ഏതാണ് ഓപ്ഷൻ എ, ഡോൺ ദേ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക. ഓക്കെ അല്ലേടാ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കളക്റ്റീവ് നൗൺ ഫോർ ഗൺസ്. എന്താണ് ഗണ്ണിൻ്റെ തോക്കുകളുടെ കൂട്ടത്തെ എന്ത് പറയണ്ട, തോക്കിൻ്റെ കൂട്ടത്തെ ബാറ്ററി എന്ന് പറയും അല്ലേ. ബാറ്ററി തോക്കിൻ്റെ കൂട്ടത്തെ ബാറ്ററി എന്ന് പറയും, BATTERY ബാറ്ററി എന്ന് പറയും. എങ്കിൽ പക്ഷികളുടെ കൂട്ടത്തിൽ എന്ന് പറയണ്ട, പക്ഷികളുടെ കൂട്ടം യെസ് കൺവേ എന്താണ് കോവേ എന്താണ് CO, എൻ്റെ പ്രൊണൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റാവാം, എന്തെങ്കിലും സ്പെല്ലിംഗ് നോക്കണേ. പക്ഷികളുടെ കൂട്ടത്തെ കോവേ COVEY എന്ന് പറയും. എങ്കിൽ മാടപ്രാവിൻ്റെ കൂട്ടം മാടപ്രാവിൻ്റെ കൂട്ടത്തിൽ എന്ത് പറയും, ബ്രേസ് BRACE ബ്രേസ് ആണ്. എങ്കിൽ തോക്കിൻ്റെ കൂട്ടം നമ്മൾ പറഞ്ഞു എന്താണ്, ബാറ്ററി എന്ന് പറഞ്ഞു. എങ്കിൽ കടുവകളുടെ കൂട്ടത്തെ എന്ത് പറയും, കടുവകളുടെ കൂട്ടം ആംബുഷ് AMBUSH ആംബുഷ്. അപ്പം പക്ഷികളുടെ കൂട്ടത്തെ കൺവേ എന്ന് പറയും, കോവേ എന്നാണ്. അതുപോലെ തന്നെ മാടപ്രാവിൻ്റെ കൂട്ടം ബ്രേസ്, തോക്കിൻ്റെ കൂട്ടം ബാറ്ററി, കടുവകളുടെ കൂട്ടം ആംബുഷ്. ഓക്കെ അല്ലേടാ. യെസ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡോഗ് ഈസ് ടു ബി പപ്പി ആസ് ഗോട്ട് ഈസ് ടു ബി എന്താണ് ഗോഡ് ഈസ് ടു പപ്പി ആസ് ഗോട്ട് ഈസ് ടു എന്താണ് നമുക്കറിയാം. നായയുടെ ചരിത്രത്തിൽ യങ് വൺ ഓഫ് എ ഡോഗ് ഏതാണ്, പപ്പിയാണല്ലേ. യങ് വൺ ഇതൊക്കെ PSC നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. യെസ്. അപ്പോൾ എന്താണ് ഡോഗിൻ്റെ യങ് വൺ എന്താണ്, പപ്പി അല്ലേ, പപ്പി PUPPY പപ്പി. എങ്കിൽ ഗോട്ടിൻ്റെ യങ് വൺ എന്ന് പറയണ്ട, ഗോട്ടിൻ്റെ യെസ് കിഡ് കിഡ്. ഓക്കെ അല്ലേ. ഇനി ഷീപ്പിൻ്റെ യങ് വണ്ണത്തിൽ എന്ന് പറയും, ഷീപ്പിൻ്റെ ലാമ്പ് അല്ലേ, LAMB ലാമ്പ് എന്ന് പറയും. അതുപോലെ തന്നെ കാറ്റിൻ്റെ യങ് വൺ ആണെങ്കിൽ യെസ് എന്താണ് കൈറ്റൻ KITTEN കൈറ്റൻ. ഓക്കെ. എങ്കിൽ ഫിഷിൻ്റെ മൈനോ MINNOW ഓക്കെ അല്ലേ. അപ്പം NNOW. അപ്പം ഡോഗ് പപ്പി, ഗോട്ട് കിഡ്, ഷീപ്പ് ലാമ്പ്, കാറ്റ് കൈറ്റൻ, ഫിഷ് മൈനോ. ഓക്കെ അല്ലേടാ. എങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് The doctor asked the patient, did you eat anything this morning? ഇതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് the doctor asked the patient, did you eat anything this morning എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഇത് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് എന്താണ്, ഓപ്ഷൻ C ആണ്. the doctor asked the patient എന്താണ് yes whether he had eaten anything that morning. എന്താണ് ദിസ് മോർണിംഗ് എന്താവും, ദാറ്റ് മോർണിംഗ് ആവും. ഓക്കെ അല്ലേ. അപ്പം യെസ്. അപ്പം എന്താണ് ദ ഡോക്ടർ ആസ്ക്ഡ് ദ പേഷ്യൻറ്റ് വെദർ ഹി ഹാഡ് ഈറ്റൻ എനിത്തിങ് ദാറ്റ് മോർണിംഗ്. ഓപ്ഷൻ C ആണ് ശരിയായിട്ട് വരിക. ഓക്കെ. ഇനി 7ാമത്തെ പറയുന്നത് പാസീവ് ഫോമിലേക്ക് മാറ്റാണ്, ചേഞ്ച് ഇൻ ടു പാസീവ് ഫോം എന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദേ കംപ്ലീറ്റ് ദ പ്രൊജക്റ്റ് എന്നാണ് ദേ കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ് എന്നതിൻ്റെ പാസീവ് ഫോമിലേക്ക് മാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ ശരിയായിട്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. എന്താണ് ഓപ്ഷൻ C, ദ പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ ദം എന്നാണ് തന്നിട്ടുള്ളത്. എന്താണ് ശരിയായിട്ട് ഉത്തരം എന്താണ്, ദേ കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ് എന്നതിൻ്റെ പാസീവ് ഫോം എന്താണ് കൂട്ടുകാരെ, ദ പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ ദം. എങ്ങനെയാണ് ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ ഒബ്ജക്റ്റ് എന്താണ് ഒബ്ജക്റ്റീവ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് പിന്നെയോ V3 പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ്. ഓക്കെ അല്ലേ. യെസ്. എന്താണ്
ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ ഒബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ് എന്ന ഫോർമുല ഉപയോഗിക്കാം. ഇത്തരത്തിലാകുമ്പം ദേ കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റിൻ്റെ ദേ കംപ്ലീറ്റഡ് ദ പ്രൊജക്റ്റ് എന്നതിൻ്റെ പാസീവ് ഫോമാണ് കൂട്ടുകാരെ. ദ പ്രൊജക്റ്റ് വാസ് കംപ്ലീറ്റഡ് ബൈ ദം എന്നത്. ഓക്കെ, എങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ, യെസ്, ഷീ ടോൾഡ് ദാറ്റ് ഐ ആം ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ. എന്താണ് ഷീ ടോൾഡ് ദാറ്റ് ഐ ആം ആൻ ഇൻ്റലിജൻറ്റ് ഗേൾ എന്നാണ്. ഇതിൽ എറർ പാർട്ട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എന്താണ്? ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇതെന്ന് മനസ്സിലായില്ല. എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇത് മനസ്സിലായി. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഐ എന്ന പ്രൊനൗൺ ഹി അല്ലെങ്കിൽ ഷീ എന്നും ആം ഈസ് എന്നിവ വാസായും വരണം. എന്താണ് പറഞ്ഞത്? അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് മനസ്സിലായി. ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിലുള്ള ഒരു സ്പീച്ചിൽ ഐ എന്ന പ്രൊനൗൺ ഹി അല്ലെങ്കിൽ ഷീ എന്നും ആം ഈസ് എന്നിവ വാസായിട്ട് മാറണം. അപ്പോൾ ഇവിടെ തെറ്റായിട്ട് ഏതാ വരിക? ഓപ്ഷൻ സി ഐ ആണല്ലേ. ഐ ആം, അതാണ് തെറ്റായിട്ട് വരിക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് നെവർ ഫിറ്റ് വെൽ. എന്താണ് ഡാഷ് നെവർ ഫിറ്റ് വെൽ എന്നാണ്. ഓക്കെ അല്ലേ? ഇവിടെ ശരിയായിട്ട് വരേണ്ടത് എന്നാലോ കടം വാങ്ങിയ വസ്ത്രങ്ങൾ ഒരിക്കലും അനുയോജ്യമാകുകയില്ല. എന്താണ് കടം വാങ്ങിയ വസ്ത്രങ്ങൾ ഒരിക്കലും അനുയോജ്യമാവില്ല എന്നർത്ഥം വരികണം അവിടെ. അപ്പോൾ ശരിയായിട്ട് വരിക ബോറോവഡ് ഗാർമെൻറ്റ് എന്നാണ്. ബോറോവഡ് ഗാർമെൻറ്റ് ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരിക. ബോറോവഡ് ഗാർമെൻറ്റ് നെവർ ഫിറ്റ് വെൽ എന്നാണ് വരിക. ഓക്കെ അല്ലേ? യെസ്. ഇനി എന്താണ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ഐ സോ ഡാഷ് one-eyed man yesterday. എന്താണ്? ഐ സോ എ one-eyed man yesterday. one-eyed man yesterday. ഓക്കെ അല്ലേ? ഇനി ബ്ലാങ്കിന് ശേഷമുള്ള ആദ്യ വാക്കായ വണ്ണിൻ്റെ ഉച്ചാരണം വൺ എന്നാണ്. കോൺസണൻറ്റ് സൗണ്ട് ആയതിനാൽ ഇതിന് മുന്നിൽ എന്ത് ചേർക്കണം കൂട്ടുകാരെ? എ ചേർക്കണം. അപ്പം ഓപ്ഷൻ സി എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ അല്ലേടാ? ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ സ്പെക്ടക്കിൾസ് ഡാഷ് ബ്രോക്കൺ എന്നാണ് പറഞ്ഞത്. അവിടെ എന്താണ് ബ്രാക്കറ്റിൽ എന്താണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്? എ ഹാസ് തന്നിട്ടുണ്ട്, ഹാവ് തന്നിട്ടുണ്ട്, ഹാസ് ബീൻ തന്നിട്ടുണ്ട്, ഹാവ് ബീൻ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് നോക്കാം. സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ്, സിസേഴ്സ്, പ്ലയേഴ്സ്, പാൻസ്, ജീൻസ്, ട്രൗസേഴ്സ്, എന്താണ് ഷോർട്സ്, സോക്സ്, ഷൂസ്, ചപ്പൽസ് തുടങ്ങിയവ പെയർ നൗൺസ് ആയതിനാൽ ഇവയോടൊപ്പം പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവയ്ക്ക് മുന്നിൽ എ പെയർ ഓഫ് എന്ന് വന്നാൽ എന്താണ്? എ പെയർ ഓഫ് വന്നാൽ ഇവയ്ക്കൊപ്പം സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? എന്താണ്? ഒന്നും കൂടി ഞാൻ വായിക്കാം. എന്താണ്? സ്പെക്ടക്കിൾസ്, ബൈനോക്കുലേഴ്സ്, സിസേഴ്സ്, പ്ലേയേഴ്സ്, പാൻസ്, ജീൻസ്, ട്രൗസേഴ്സ്, ഷോർട്സ്, സോക്സ്, ഷൂസ്, ചപ്പൽസ് തുടങ്ങിയ പെയർ നൗൺ വന്നതിനാൽ അവയ്ക്കൊപ്പം പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവയുടെ മുന്നിൽ എ പെയർ ഓഫ് ബൈനോക്കുലേഴ്സ് അല്ലെങ്കിൽ എ പെയർ ഓഫ് സിസേഴ്സ്, എ പെയർ ഓഫ് സോക്സ്, എ പെയർ ഓഫ് ഷൂസ്, ചപ്പിൾസ്, എ പെയർ ഓഫ് ഷോക്സ് എന്നിവ വന്നാൽ എന്ത് ഉപയോഗിക്കണ്ട? സിംഗുലർ വെർബ് ഉപയോഗിക്കണം. ഇവിടെ ശരിയായിട്ടുള്ളത് എന്താണ്? ഇവിടെ ശരിയായിട്ടുള്ളത് യെസ് ഓപ്ഷൻ ഡി. എന്താണ്? ഓപ്ഷൻ ഡി ഹാവ് ബീൻ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെൻറ്റ് ടു ദ ഡോക്ടർ എന്നാണ്. ഇറ്റ് ഈസ് 2 months ഡാഷ് ഐ വെൻറ്റ് ടു ദ ഡോക്ടർ. എന്താണ് ഇവിടെ? ഡോക്ടറെ കണ്ടെന്നു മുതൽ എന്ന പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ എന്ത് വരണ്ട? ഓപ്ഷൻ ബി സിൻസ്. ഓപ്ഷൻ ബി സിൻസ് ആണ്. ഇറ്റ് ഈസ് 2 months സിൻസ് ഐ വെൻറ്റ് ടു ദ ഡോക്ടർ. എന്താണ്? ഡോക്ടറെ കണ്ടതു മുതൽ എന്ന പോയിന്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് സിൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ് ഡാഷ് ദേ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ദ ചേഞ്ചസ്. എന്താണ്? ഡാഷ് ദേ മേ സേ മോസ്റ്റ് കൺട്രീസ് നോർമലി ഡു നോട്ട് ലൈക്ക് ടു ചേഞ്ച് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം ഓപ്ഷൻ എ വെന്നെവർ
വിച്ച് എവർ, ഹൂ എവർ, വാട്ട് എവർ. എങ്കിൽ വെന്നെവർ എന്ന് പറഞ്ഞാൽ എന്താടാ? വെന്നെവർ ഇതൊക്കെ പഠിക്കണേ. വെൻ എവർ, WHENEVER. വെന്നെവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴായാലും, എപ്പോഴായാലും, എപ്പോഴായാലും. ഓക്കെ അല്ലേ? ഇനി വിച്ച് എവർ, വിച്ച് എവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതായാലും, ഏതായാലും. ഇനിയോ ഹൂ എവർ, ഹൂ എവർ എന്താണ്? ആരായാലും, ആരായാലും. എങ്കിൽ വാട്ട് എവർ എന്താണ്? വാട്ട് എവർ എന്തായാലും. യെസ്, എന്താണ്? യെസ്, വാട്ട് എവർ എന്ന് പറഞ്ഞാൽ എപ്പോഴായാലും, വിച്ച് എവർ എന്ന് പറഞ്ഞാൽ ഏതായാലും, ഹൂ എവർ എന്ന് പറഞ്ഞാൽ ആരായാലും, വാട്ട് എവർ എന്നാൽ എന്തായാലും. യെസ്, അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓപ്ഷൻ ഡി, എന്തായാലും, എന്തായാലും. ഓക്കെ അല്ലേടാ? യെസ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, ഇഫ് യു വർക്ക് ഹാർഡ് യു ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു വർക്ക് ഹാർഡ്, നമുക്കറിയാം ഈഫ് ക്ലോസിലെ വെർബ് പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ മെയിൻ ക്ലോസിലെ വെർബ് ഫ്യൂച്ചർ സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട് വിൽ സക്സീഡ്, വിൽ സക്സീഡ്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? ഈഫ് ക്ലോസിലെ വെർബ് പ്രസൻറ്റ് സിമ്പിൾ എന്താണ്? പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ, സിമ്പിൾ പ്രസൻറ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിലെ വെർബ് ഫ്യൂച്ചർ സിമ്പിൾ ആയിരിക്കും. അതായത് വിൽ സക്സീഡ് ആണ് ഇവിടെ ശരിയായിട്ട് വരിക. ഓക്കെ അല്ലേടാ? ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ യു ഡാഷ് ബ്രിങ് ടു എന്നാണ്. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്സ് ടുമാറോ. ദ ടീച്ചർ ഓർഡേർഡ് എന്താണ്? സപ്ലൈ സ്യൂട്ടബിൾ ഓക്സിലറി വെർബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? യെസ്, എന്താണ്? യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്സ് ടുമാറോ. യു ഡാഷ് ബ്രിങ് യുവർ നോട്ട് ബുക്സ് ടുമാറോ. ദ ടീച്ചർ ഓർഡേർഡ് സപ്ലൈ എന്താണ്? സപ്ലൈ സ്യൂട്ടബിൾ ഓക്സിലറി വെർബാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഓർഡറുകളെ കാണിക്കാൻ ഷാൽ ഉപയോഗിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഡർ, ഒരു ഓർഡർ ആണെങ്കിൽ അവിടെ ഓർഡറുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷാൽ ഉപയോഗിക്കണം. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരിക. യു ഷാൽ ബ്രിങ് എന്നാണ്. യു ഷാൽ ബ്രിങ് യുവർ നോട്ട് ബുക്സ് ടുമാറോ. ദ ടീച്ചർ ഓർഡർ എന്നാണ് ശരിയായിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പം 15 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഞാൻ ചിലപ്പോൾ എൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ചിലപ്പം തെറ്റായിരിക്കാം, എന്നാൽ വഴികളൊന്നും തെറ്റല്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. നിങ്ങളെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ PSC Ticksന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ PSC Ticksന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. യെസ്, അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫ്രീ ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. തികച്ച് ഫ്രീ ആണ്. ഓക്കെ അല്ലടാ? ഇനി അടുത്ത വീഡിയോ, ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.